പ്രിയപ്പെട്ടവരെ നമസ്കാരം. കേരളത്തെക്കുറിച്ച് 2 ദിവസം മുമ്പാണ് മഹാരാഷ്ട്ര മന്ത്രി നിതേഷ് റാണ മിനി പാകിസ്ഥാൻ എന്ന് വിശേഷിപ്പിച്ചത്. അയാൾ അതിന് പറഞ്ഞ കാരണം കേരളത്തിൽ നിന്നാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വിജയിച്ചത് എന്നതാണ്. അതിനും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കേരളത്തിൽ നിന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ചതിന്റെ പിന്നിൽ വർഗീയ ശക്തികളാണ് എന്ന് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ പറഞ്ഞതും പിന്നീട് ഗോവിന്ദൻ മാസ്റ്ററും ഇടതുമുന്നണി കൺവീനർ രാമകൃഷ്ണനും അത് ശരിവെച്ചത്. അപ്പോൾ അതിൽ നിന്ന് CPM-ൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് BJP ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ദേശീയ തലത്തിൽ നടത്തിയിട്ടുണ്ട്. VS അച്യുതാനന്ദന്റെ പഴയ പരാമർശത്തെ വെച്ചുകൊണ്ട് ലവ് ജിഹാദിന്റെ കാര്യം, പൗരത്വ പ്രക്ഷോഭങ്ങളിൽ മതവർഗീയ ശക്തികൾ, തീവ്രവാദ ശക്തികൾ, രാജ്യവിരുദ്ധ ശക്തികൾ കടന്നുകൂടുന്നു എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിയമസഭാ പ്രസംഗത്തെ ഉദ്ധരിച്ചുകൊണ്ട് ലോക്സഭയിൽ നരേന്ദ്രമോദി പറഞ്ഞത്, അത്തരത്തിൽ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പം അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് മഹാരാഷ്ട്ര മന്ത്രി നിതേഷ് റാണ, അദ്ദേഹം നിരന്തരമായി വർഗീയത വിസർജിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്, അദ്ദേഹം പറഞ്ഞത്. അതിന്റെ തുടർച്ചയായി കേരളത്തിലെ ഒരു BJP നേതാവ് ജയസൂര്യൻ അദ്ദേഹം പറഞ്ഞത് കേരളം മിനി പാകിസ്ഥാൻ തന്നെയാണ് എന്നതാണ്. കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തെ നേരത്തെ തന്നെ സംഘപരിവാർ BJP പല കാരണങ്ങളാൽ ടാർഗറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിലൊരു കാരണം BJPക്ക് കാര്യമായ അടിത്തറ ഉണ്ടെങ്കിലും BJPക്ക് പാർലമെന്ററി വിജയങ്ങൾ സമ്മാനിക്കാത്ത സ്ഥലമെന്ന്. അതനുസരിച്ച് കേരളത്തിൽ വ്യത്യസ്ത മതവിഭാഗങ്ങൾ സമ്മിശ്രമായി ജീവിക്കുന്ന പ്രദേശമാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാരണങ്ങൾ, ഈ സമ്മിശ്രമായി ജീവിക്കുന്നവർ സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കുന്നു എന്ന നിരവധി കാരണങ്ങളുണ്ട്. ഇതെല്ലാം BJPക്ക് സഹിക്കുന്നതിന് അപ്പുറമുള്ള കാര്യങ്ങൾ. BJPയുടെ സാമൂഹ്യ അജണ്ട നടപ്പിലാക്കുന്നതിന് ചില തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങൾ ഇടതുപക്ഷം ഒഴിവാക്കി കൊടുക്കുന്നു. അതിലേക്ക് BJP ദേശീയ തലത്തിലും ഇവിടെ സംസ്ഥാന തലത്തിലും ഒക്കെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പം മിനി പാകിസ്ഥാൻ എന്ന് കേരളത്തെ വിശേഷിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഇത്തരത്തിൽ കേരളത്തിൽ അങ്ങനെ പരാമർശിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. ഒന്നാമത് മഹാരാഷ്ട്ര മന്ത്രി പറഞ്ഞത് അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ ലംഘനമാണ്, ഇന്ത്യയുടെ പരമാധികാരത്തെ കളിയാക്കുന്നതിന് തുല്യമാണ്, ഇന്ത്യയിലുള്ള ഒരു പ്രദേശത്തെ വിഭാഗീയവൽക്കരിക്കുന്നതിന് തുല്യമാണ്. കേരളത്തിൽ ഇരുന്നു കൊണ്ട് ഒരു BJP നേതാവിന് പറയാൻ കഴിയുന്നു, അതിന് കേസെടുക്കാൻ കേരള പോലീസ് പോലും തയ്യാറാവുന്നില്ല. കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. ഇത് ഒരു വിഭാഗീയ ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവും കലാപാഹ്വാനവുമാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിരവധി കലാപാഹ്വാനങ്ങൾ ഇത്തരത്തിൽ BJP നേതാക്കൾ കേരളത്തിൽ നടത്തും. അതിന്റെ ഏറ്റവും മാരകമായിട്ടുള്ളൊരു വെർഷനാണ് കേരളത്തെ മിനി പാകിസ്ഥാൻ, കുട്ടി പാകിസ്ഥാൻ എന്നൊക്കെ വിശേഷിപ്പിക്കും. കേരളത്തിന്റെ പ്രത്യേകിച്ചും മലബാർ മേഖലയെക്കുറിച്ചും മലപ്പുറം ജില്ലയെക്കുറിച്ച് പ്രത്യേകിച്ചും വളരെ കാലങ്ങളായി ദുഷ്പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. അതിന്റെ ഭാഗമാണ് മുഖ്യമന്ത്രിയുടെ PR ഏജൻസി തിരികെ കയറ്റിയ അഭിമുഖത്തിലെ ഭാഗങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ. അപ്പോൾ PR ഏജൻസി തിരികെ കയറ്റിയത് മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെയാണ് എന്നൊക്കെ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിച്ചു കൊള്ളണമെന്നാണ് അവർ വിചാരിക്കുന്നത്. സമാനമായി ആണ് BJP ഇത് ഏറ്റെടുത്തുകൊണ്ട് പറയുന്നത്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ടെങ്കിൽ അത് നീതിപൂർവ്വമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ, മതേതരത്വത്തെയും ജനാധിപത്യത്തെയും സംരക്ഷിക്കാനാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ, കേരളത്തെ മിനി പാകിസ്ഥാൻ എന്ന് വിശേഷിപ്പിച്ച BJP നേതാവിനെ കേരളത്തിൽ അദ്ദേഹത്തിനെതിരെ നിയമ നടപടിയെടുക്കണം, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം. കലാപാഹ്വാനത്തിനും മതസ്പർദ്ധ വളർത്തുന്നതിനും സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നതിനും രാജ്യത്തിന്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്തതിനും യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ നിയമ നടപടിക്ക് വിധേയനാക്കേണ്ടത്. അതിന് കേരളത്തിലെ പോലീസിന് ധൈര്യമുണ്ടോ എന്നതൊരു ചോദ്യം. രണ്ടാമത്, BJPക്ക് വോട്ട് ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ടല്ലോ. BJPക്ക് ഒരു MP ഉണ്ട്. ഈ MP കുട്ടി പാകിസ്ഥാനിലെ MP ആണോ? BJPയുടെ MP, തൃശ്ശൂരിൽ നിന്ന് വിജയിച്ച MP കുട്ടി പാകിസ്ഥാനിലെ MP ആണ്. അത് BJP നേതാക്കൾ വ്യക്തമാക്കണം. BJPക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾക്കും ഇതിന് ബാധ്യതയുണ്ട്. ഇത്തരത്തിൽ രാജ്യത്തെ, കേരളത്തെ മോശമായി ചിത്രീകരിക്കും, കേരളത്തെ അപമാനിക്കുന്ന, ഇന്ത്യ രാജ്യത്തിന്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്ന, ജനങ്ങളെ തമ്മിൽ സംഘർഷം ഉണ്ടാക്കുന്ന, മതസ്പർദ്ധ വളർത്തുന്ന, രാഷ്ട്രത്തിന്റെ ഐക്യത്തെ ചോദ്യം ചെയ്യുന്ന, മതസൗഹാർദ്ദത്തെ ചോദ്യം ചെയ്യുന്ന BJP എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിയെ, കേരളത്തിലെ മിനി പാകിസ്ഥാൻ എന്ന് വിളിക്കുന്ന BJP എന്ന രാഷ്ട്രീയ കക്ഷിയെ എങ്ങനെയാണ് കേരളത്തിലെ BJPക്കാർ സമീപിക്കുന്നത് എന്നതുകൂടി BJP വ്യക്തമാക്കണം. മഹാരാഷ്ട്ര മന്ത്രി നിതേഷ് റാണ പറഞ്ഞ അഭിപ്രായം തന്നെയാണ് കേരളത്തിലെ BJP നേതാക്കൾക്കെങ്കിൽ കേരളത്തിലെ ജനത അത് തീർച്ചയായും ചോദ്യം ചെയ്യേണ്ടതാണ്. കേരളത്തിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു MP BJPക്കുണ്ട്. അദ്ദേഹം മിനി പാകിസ്ഥാനിലെ MP ആണ് എന്ന് BJP പ്രഖ്യാപിക്കേണ്ടതാണ്. BJPക്ക് ജനപ്രതിനിധികളില്ലാത്ത നാട്ടിൽ നിന്ന് ഒരു MP ലഭിച്ചു എന്നതിനപ്പുറം മിനി പാകിസ്ഥാനിൽ MP ലഭിച്ചു എന്നാണ് BJP പറയേണ്ടത്. അതാണ് ന്യായം. ഇത്തരത്തിൽ സംഘർഷാത്മകമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കുക, അതിന് യഥാർത്ഥത്തിൽ ഇതിനെല്ലാം വഴിയൊരുക്കിയത് A. വിജയരാഘവന്റെ പ്രഭാഷണമാണ് എന്നത് മറ്റൊരു കാര്യമാണ്. അത് A. വിജയരാഘവന്റെയോ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയോ കയ്യിൽ നിൽക്കുന്നതിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ കടന്നുപോയി എന്നതാണ് അന്നേ തന്നെ ആളുകൾ സൂചിപ്പിച്ചതാണ്. അത്തരം ഇവിടുത്തെ മതേതര പാർട്ടി നേതാക്കളോട് സൂചിപ്പിക്കാനുള്ളത്, A. വിജയരാഘവനെ പോലെ അത്തരം പരാമർശങ്ങൾ നടത്തുന്ന നേതാക്കളെ നിയന്ത്രിക്കുകയും അതിനെ പിന്തുണ കൊടുക്കാതിരിക്കുകയും ചെയ്യുക, അങ്ങനെയുള്ള ആളുകളെ അടച്ച് സീല് ചെയ്യിപ്പിക്കുക എന്നതാണ്. RSSന് വഴിമരുന്നിട്ട് കൊടുക്കരുത് എന്ന് മുഖ്യമന്ത്രി പണ്ട് നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. അക്കാര്യം പിണറായി വിജയനെയും അതേപോലെ തന്നെ CPM സംസ്ഥാന സെക്രട്ടറിയെയും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ BJPയെ സംബന്ധിച്ച്, BJP ഉയർത്തിക്കൊണ്ടിരിക്കുന്ന മിനി പാകിസ്ഥാൻ വാദത്തെ സംബന്ധിച്ച് കേരളത്തിലെ BJP നേതാക്കൾ തന്നെ അത് ശരിവെച്ച സ്ഥിതിക്ക് കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് BJPക്ക് അർഹതയില്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു എന്നതാണ് പ്രശ്നത്തിൽ സൂചിപ്പിക്കാനുള്ളത്.